പുഡിങ് കാണാൻ നല്ല ഭംഗിയില്ലേ, അതുപോലെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണേ. 1/2 ലിറ്റർ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൽ നിന്നൊരു 1/4 ഗ്ലാസ് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. അതിലേക്ക് മാറ്റി വെച്ച പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി പാലൊന്ന് ചൂടാക്കിയെടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാമേ. നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാമേ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റായി കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ആപ്പിളും 1 ഏത്തപ്പഴം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്ത് ഇവയൊന്ന് നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.